ഹായ് ഹലോ എവരി വൺ. ഞാൻ ഇന്ത്യയിലില്ല, ഔട്ട് ഓഫ് കൺട്രിയാണ്. സോ അതുകൊണ്ട് തന്നെ വീഡിയോ കുറച്ച് ലേറ്റ് ആവും. തൊപ്പി വേഴ്സസ് അഖിൽ മാരാർ ഇന്നലെ രാത്രി, അതായത് ഇവിടുത്തെ പുലർച്ചെ സമയത്ത് തന്നെ എന്നെ അങ്ങോട്ട് വിളിച്ച് എല്ലാവരും കൂടി അണ്ണാ വാണ്ണ അടി അണ്ണ അടി 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 എന്ന് പറഞ്ഞിട്ട് വിളിച്ച്. കുറേ ആൾക്കാർ അരി അരി എന്ന് പറഞ്ഞിട്ട് വിളിച്ച്. അരി വിളിയാണ് ഞാൻ കേട്ടത്. എന്താണെങ്കിലും അഖിൽ മാരാർ വേഴ്സസ് തൊപ്പി. ഓക്കെ, ഇപ്പോൾ സീസൺ 7 കഴിഞ്ഞല്ലോ. വിന്നറെ ഇന്ന് അറിയാമല്ലോ. ഈ വീഡിയോ അപ്ലോഡ് ആകുമ്പോൾ വിന്നർ അനൗൺസ്മെൻറ്റ് കഴിഞ്ഞിരിക്കാം, ഇല്ലെങ്കിൽ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ദാറ്റ് വിൽ ബി എ സെപ്പറേറ്റ് വീഡിയോ. ഓക്കെ, അത് ഇന്ന് തന്നെ ഞാനിടും. അതിൽ അനുമോക്ക് കപ്പ് കിട്ടിയാൽ എനിക്ക് അങ്ങോട്ട് സങ്കടമാവൂടെ. ദ മോസ്റ്റ് അൺഡിസേർവ്ഡ് വിന്നർ. ഡിസേർവ് അല്ല അവർ. ഓക്കെ, ഒട്ടും ഡിസേർവ് അല്ല. തുറന്നു പറയുകയാണ്, ഞാൻ എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് പറയുന്നത്. ഓക്കെ, ബാക്കി ആർക്കും അവിടെ കപ്പ് കിട്ടിയാലും ഇറ്റ് വാസ് ഫൈൻ. പക്ഷേ അനുമോക്ക് കിട്ടുന്നതിനോട് എനിക്ക് പ്രത്യേകിച്ച് ഒരു പേഴ്സണൽ താല്പര്യമില്ല. കണ്ടൻറ്റ് ചെയ്യാൻ 10 വീഡിയോ ഇടാൻ വേണ്ടി ഉപകരിക്കും എന്നല്ലാതെ വേറെ വഴിയില്ല. അത് ഞാൻ ചെയ്യും. ഓക്കെ, ഇനി അഖിൽ മാരാർ വേഴ്സസ് തൊപ്പി വേറെ ഡയമെൻഷനിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇന്ന് തൊപ്പിയുടെ ലൈവിൽ, ഓക്കെ, ഈ വിന്നർ അനൗൺസ്മെൻ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം തൊപ്പിയുടെ ലൈവിൽ അഖിൽ മാരാർ വേഴ്സസ് തൊപ്പി വീണ്ടും നമുക്ക് ഇന്നലെ രാത്രിത്തെ പോലെ കാണാൻ പറ്റും എന്നുള്ള ഒരു രീതിയിലൊരു സ്റ്റോറി ഞാൻ കണ്ടു. രാത്രി 10 മണിക്ക് ലൈവിൽ വരാം, നമുക്കൊന്ന് ആഘോഷിക്കട്ടെ എന്ന് അഖിൽ മാരാർ തൊപ്പീൻ്റെ മുകളിൽ തീട്ടം തൂറി വെച്ച ഒരു സ്റ്റോറി എടുത്തിട്ടിട്ടുണ്ട്. സ്ക്രിപ്റ്റ് ആണോ എന്ന് പോലും പറയാൻ പറ്റില്ല. മനസ്സിലായോ? കണ്ണിൻ്റെ മുന്നിൽ കാണുന്നത് ഏത് PR ഏത് സ്ക്രിപ്റ്റ് എന്നൊന്നും മനസ്സിലാവാൻ പറ്റാത്തൊരു കാലമാണ്. അങ്ങനെ ഇന്നലെ അടി ഉണ്ടാക്കി പോയ ടീംസാണ് ഇന്നും ഇനി ഒരു ലൈവ് കയറിയിട്ട് എന്ത് കാണിക്കുമോ എന്നുള്ളത് കണ്ടറിയാം. എന്തായാലും എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. കാരണം എനിക്ക് വിനൂരറിയാം, അഖിൽമാരെ അറിയാം, തൊപ്പീനറിയാം, ഈ സംഭവങ്ങൾ മൊത്തം എനിക്കറിയാം. ഓക്കെ, ഈ വിഷയം ഉണ്ടാകുമ്പോൾ ഈ അഖിൽ മാരാർ വീഡിയോ ഇടുന്നതിന് മുമ്പ്, തൊപ്പിയുടെ ലൈവിൽ അഖിൽ മാരാർ സംസാരിക്കുന്നതിന് മുമ്പ്, തൊപ്പി അഖിൽ മാരാരുടെ വീഡിയോ റിയാക്ട് ചെയ്യുന്നതിന് മുമ്പ്, ഈ അനീഷ് വിഷയത്തിൽ തൊപ്പി അനീഷിനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ട് തുടങ്ങി, ലൈവ് സ്ട്രീം ഇട്ട് തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ വിനുവിനെ വിളിച്ച് ചോദിച്ച കുറച്ച് കാര്യമായിരുന്നു. കഴിഞ്ഞ വട്ടത്തെ ജിൻഡോൻ്റെ ഡീൽ എന്താണെന്നുള്ളത് ക്ലിയറായിട്ട് വിനുവിനെ ഞാൻ വിളിച്ച് ചോദിച്ചതാണ്. അത് ഈ അടി ഉണ്ടാകുന്നത് ഇന്നലെ രാവിലെ. വിനു എന്നോട് പറഞ്ഞ പേഴ്സണൽ കാര്യങ്ങൾ കുറച്ചുണ്ട്, അതൊക്കെ നമുക്ക് വഴിയെ ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പ് ഞാൻ നിങ്ങളെ റീകോൾ ചെയ്യുകയാണ് കഴിഞ്ഞ വർഷത്തിലേക്ക്. ഞാൻ നിങ്ങളെ ടൈം ട്രാവൽ ചെയ്യുകയാണ് 13 ജൂൺ 2024 അന്ന് ജിൻഡോ ബോഡിഗ്രാഫ്റ്റിൻ്റെ അക്കൗണ്ടിൽ വന്നിട്ടുള്ളൊരു പോസ്റ്റാണ്. പിന്നല്ല, ജിൻഡോ ജയിക്കണം, താങ്ക്സ് ഡിയർ MRC തൊപ്പി എന്ന് പറഞ്ഞിട്ട് പിന്നെ കുറച്ച് പേരുടെ, സോജൻ അച്ചായൻ്റെ പേരുണ്ട്, ഫസ്മീനയുടെ പേരുണ്ട്, അന്ന് അവരെ റിലേഷനിലായിരുന്നല്ലോ. അങ്ങനെ ടീം തൊപ്പി ബിഗ് സപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു വീഡിയോ. ഇത് തൊപ്പിയുടെ അക്കൗണ്ടിലല്ല, തൊപ്പി ചെയ്ത് ഇവർക്ക് അയച്ചു കൊടുത്തിട്ട് ഇവർ പോസ്റ്റ് ചെയ്ത വീഡിയോ ആണ്. ഓക്കെ, ജിൻഡോൻ്റെ അക്കൗണ്ടിൽ. അന്ന് വിനു ആണ് ജിൻഡോയുടെ PR, ORM അല്ല, PR. ഓക്കെ, ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം. എടാ, ഇത് ബിഗ് ബോസിന്റെ വോട്ടിംഗ് തീരാൻ പോയി. ഓക്കെ, ഇന്നും നാളെയും കൂടെ വോട്ടിംഗ് ഉള്ളൂ. എല്ലാരും പറയുന്നത് അർജുൻ ജയിക്കുന്ന പറയുന്നത്. അർജുൻ അർജുൻ ഒന്നും ജയിക്കൊന്നുമില്ല, ജിൻഡോ ജയിക്കണം. ജാസ്മിൻ എന്തായാലും ജയിക്കൂല. ജാസ്മിൻ കുറെ താഴെ വോട്ടിങ്ങില്ല, എന്തായാലും ജയിക്കൂല. അർജുനോ ജിൻഡോ എന്ന് പറഞ്ഞാൽ നിൽക്കുന്നത്. ഓക്കെ, ജിൻഡോനെ ജയിപ്പിക്കാൻ നമ്മള് മാക്സിമം നോക്കിയില്ല, വേറെ ആരും. ജിൻഡോനെ ജയിപ്പിക്കണം നമ്മുടെ ചുമതലയാണ്. എന്തായാലും ജിൻഡോക്ക് തന്നെ വോട്ട് ചെയ്യാം. നാളെയും കൂടെ, നാളെ ലാസ്റ്റ്. ഓക്കെ, നന്നായിട്ടുണ്ട് ജിൻഡോനെ ജയിപ്പിച്ചിട്ട്. സോജനും സമാധാനമായി, തൊപ്പിക്കും സമാധാനമായല്ലോ. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ വിവരിക്കുന്നില്ല. ഓക്കെ, അതവിടെ സൈഡിലിരിക്കട്ട്. ഇത് ഒരു വെരി കാഷ്വൽ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അച്ചായൻ കൂടെ ഉണ്ട്. അച്ചായൻ ത്രൂ ആണ് ഈ ജിൻഡോ സ്കീമിലേക്ക് തൊപ്പി കണക്റ്റ് ആയെന്നാണ് ഇന്നലെ തൊപ്പി പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ അച്ചായൻ കൂടെ ഉണ്ട്. സോ ദിസ് വിൽ ബി ലൈക്ക്, എന്താ പറയുക, ഏത് രീതിയിലാണെന്നുള്ളതൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. എന്തായാലും ഇങ്ങനത്തെ ഒരു വീഡിയോ ജിൻഡോനെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് തൊപ്പീൻ്റെ വീഡിയോ ജിൻഡോയുടെ അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ട്. ഇത് സ്ട്രീമല്ല, അനീഷിൻ്റെ സ്ട്രീമാണ് തൊപ്പി ചെയ്തത്. സ്ട്രീമിൽ നിന്ന് വരുന്ന കൺവേർഷൻ വിൽ ബി ഡിഫറെൻറ്റ്. ഇതേപോലെ തൊപ്പിയുടെ വീഡിയോ കൊണ്ടുപോയിട്ട് ജിൻഡോൻ്റെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ വരുന്ന ആംഗിൾ ഡിഫറെൻ്റ് ആണ്. ഓക്കെ, ഇതെന്താണെങ്കിൽ ഞാൻ നിങ്ങളെ പഴയ പോസ്റ്റിലേക്കൊന്ന് കൊണ്ടുപോയത്. ഇതൊക്കെ ആവശ്യം വരും. പിന്നെ നമ്മൾ കണ്ടതെന്താ, വിന്നറായി തിരിച്ചു വരുന്ന തൊപ്പി. ഞാനിവിടെ ഒരു പോസ്റ്റർ വയ്ക്കാം, ജിൻഡോ ഇൻറ്റു തൊപ്പി എന്ന് പറഞ്ഞിട്ട് വാച്ച് ലൈവ് ഓൺ റൂട്ടർ 9 PM tonight. ഓക്കെ, പിന്നെ നമ്മൾ കണ്ടത് ജിൻഡോനെ PR വിനുവിനെ തൊപ്പിയുടെ ലൈവിലാണ്. ഓക്കെ, അതിൻ്റെ ക്യാഷിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഈ വീഡിയോ വഴി അഖിൽമാരും തൊപ്പിയും സംസാരിക്കുന്നുണ്ട്. അതിലും കുറച്ച് കാര്യങ്ങൾ എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ, എനിക്ക് ഇവർ തന്ന ക്ലാരിറ്റി ആണ് ഞാൻ പറയുന്നത്. ഇവരെന്ന് പറയുമ്പോൾ വിനു. ഓക്കെ, അഖിൽമാരാർ
തൊപ്പി പ്രൊവോക്ഡ് ആവാൻ കാരണമായ ആ വീഡിയോയിൽ എന്ത് പറഞ്ഞു എന്ന് നമുക്ക് നോക്കാം. സീസണിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുള്ളത് അനുമോളുടെ PR ആയിരുന്നു. അനുമോൾ നിലനിൽക്കുന്നതും മുന്നോട്ട് കൊണ്ടുപോകുന്നതുമൊക്കെ PR ബലത്തിലാണെന്ന് പറഞ്ഞ് വലിയ ആക്ഷേപങ്ങൾ ഉന്നയിച്ച മത്സരാർത്ഥികളും സഹമത്സരാർത്ഥികളും സമൂഹവുമൊക്കെ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. എനിക്ക് നേരത്തെ തന്നെ തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് ബിഗ് ബോസിൽ ഏറ്റവും വലിയ PR ചെയ്യുന്നതിലൊരാളാണ് അനീഷ് എന്നുള്ളത്. കാരണം ഞാൻ ഫേസ്ബുക്കിൽ ധാരാളം റൈറ്റപ്സുകളും കാര്യങ്ങളുമൊക്കെ കണ്ടിട്ടുള്ളതിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഹൗസിനുള്ളിൽ ചെയ്യുന്ന കാര്യങ്ങളെ അയാൾ ചിന്തിക്കാത്ത രീതിയിൽ റൈറ്റപ്സുകളും വ്യാഖ്യാനങ്ങളും കൊണ്ട് കോമണർ, കർഷകൻ, മറ്റു തുടങ്ങിയ പല വ്യാഖ്യാനങ്ങളും പല രീതിയിലുള്ള കണ്ടൻറ്റുകളൊക്കെ സൃഷ്ടിച്ചുകൊണ്ട് പലരും അനീഷിന് അനുകൂലമായിട്ട് എഴുതി വിടുന്നത് കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതൊരു സാധാരണ ബിഗ് ബോസ് പ്രേക്ഷകൻ ചെയ്യുന്നതല്ല, വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് കുറച്ച് പേർ ചെയ്യുന്നതാണെന്ന്. നാളെ ഒരുപക്ഷെ അനുമോൾ ജയിച്ചാൽ അതൊരു PR ആക്ഷേപത്തിലേക്ക് ചുരുക്കാതെ യാഥാർത്ഥ്യബോധത്തോട് ചിന്തിക്കുക. തൊപ്പിയെപ്പോലെ ഒരാൾ വന്ന് അനീഷിന് വോട്ട് ചോദിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അത് വ്യക്തിബന്ധം കൊണ്ടാവാം, അല്ലെങ്കിൽ സ്നേഹം അടുപ്പമൊക്കെ ഉണ്ടാവാം. അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അനുമോളോടോ മറ്റേതെങ്കിലും മത്സരാർത്ഥിയോടുള്ള വിരോധം കൊണ്ടാകാം. ഇതൊന്നുമല്ലെന്നുണ്ടെങ്കിൽ പണം മേടിച്ചുകൊണ്ടാവാം. കഴിഞ്ഞ വർഷം തൊപ്പി വോട്ട് ചോദിച്ചത് ജിൻഡോയ്ക്ക് വേണ്ടിയായിരുന്നു. അതെങ്ങനെയാണ് ആ വോട്ട് തൊപ്പി ചോദിക്കാനുണ്ടായ കാരണമെന്നത് എനിക്കന്ന് അറിയാം, എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം ആരാണപ്പോൾ ഇവിടെ PR സംവിധാനം യൂട്ടിലൈസ് ചെയ്യുന്നത്? ഷോ കാണാത്തൊരു വിഭാഗത്തിൽ നിന്ന് ആരെങ്കിലും വന്ന് ആർക്കെങ്കിലും വേണ്ടി വോട്ട് ചോദിക്കുന്നെങ്കിൽ വേറൊരു ഗ്രൂപ്പിൽ നിന്ന് ബിഗ് ബോസ് ഷോയിലെ മത്സരാർത്ഥി വിജയിക്കണമെന്ന് ആരെങ്കിലും തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അതും ഒരു വലിയ ശക്തമായ PR സ്വാധീനത്തിലാണെന്ന്. അപ്പോൾ ഇവിടെ PR എന്ന് പറയുന്നത് ഈ മത്സരാർത്ഥികൾ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ടെന്നും. അതായത് അഖിൽ മാരാർ തൊപ്പി അനീഷിനെ സപ്പോർട്ട് ചെയ്തതിനൊരു അടിയും കൊട്ടും കൊടുത്തു, കൂട്ടത്തിൽ അനുമോളെ വെളുപ്പിക്കുകയും ചെയ്തു. അഖിൽ മാരാർ കുറച്ചധികം ദിവസമായിട്ട് ബിഗ് ബോസിൻ്റെ ഈ വീഡിയോസ് ചെയ്യുന്നുണ്ട്. ഞാൻ അഖിലിനോട് നേരിട്ട് കണ്ടപ്പോൾ ചോദിച്ചിട്ടുണ്ട്, എന്നെപ്പോലെ തന്നെ അരിപ്രശ്നമാണല്ലേ മാരാരെന്ന് ചോദിച്ചിട്ടുണ്ട്. മാരാർ ഫണ്ണാണെന്ന് പറഞ്ഞ് അരിപ്രശ്നമാണ്, രണ്ടുമാണ്. ഓക്കെ ഫൈൻ, കാരണം എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഞാൻ തന്നെ പറയുന്നത് എല്ലാവരെയും അങ്ങോട്ട് എൻ്റർടൈൻ ചെയ്യാറാണ്. ചെയ്യ് കാരണം എല്ലാ ബിഗ് ബോസ് കണ്ടസ്റ്റൻസും ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും. നമുക്ക് ഓരോ ആംഗിൾ പ്രേക്ഷകർക്ക് കിട്ടില്ല, കാരണം പോയി എക്സ്പീരിയൻസ് ഉള്ളവർ പറയുമ്പോൾ അത് വേറെ സാധനമാണ്. അപ്പോൾ മാരാർ ഒരു സൈഡിൽ ഞാൻ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആദ്യം ഒന്ന് ലക്ഷ്മിയുടെ ഒരു ആംഗിളിൽ പോയി, പിന്നെ അവിടുന്ന് ഒന്ന് ചാടി വീണ്ടും അനുമോളുടെ ഒരു ആംഗിളിലേക്ക് വന്നു, പിന്നെ അങ്ങോട്ട് അനുമോളുടെ ട്രാക്കിൽ അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്തു പോയി. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ, അതായത് തൊപ്പി റിലേറ്റഡ് ആയിട്ടുള്ള ആ സംസാരം വരുന്ന വീഡിയോയിലടക്കം പ്രോപ്പർ വെളുപ്പിക്കലാണ് അനുമോളെ കേസിൽ അഖിൽ മാരാർ ചെയ്തിട്ടുള്ളത്. ഞാൻ അഖിലിനോട് നേരിട്ട് ചോദിച്ചിട്ടുണ്ട്, നല്ല വെളുപ്പിക്കലാണല്ലേ. അത് പല ഇൻ്റർപ്രിട്ടേഷനിലും ആളുകൾക്ക് എടുക്കാം. ഞാൻ ചോദിച്ചിട്ടുണ്ട് വിനുവിനോട്, മറച്ചല്ലേ അഖിലിനെ, കാരണം അഖിൽ ഒറ്റയടിക്ക് ചാടി പിടിച്ച് മറ്റേ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള സാധനങ്ങളാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഡയറക്റ്റ് നിങ്ങൾ വോട്ട് കൊടുക്കുമെന്ന് പറയുന്നത് അത് ഒരു ഡയറക്റ്റ് സപ്പോർട്ടാണ്. ഇപ്പോൾ അനീഷിന് വേണ്ടി തൊപ്പി ചെയ്തത് ഡയറക്റ്റ് സപ്പോർട്ടാണ്. പക്ഷേ ഒരാളുടെ ഗെയിം നോക്കി അയാളുടെ ഗെയിം മാത്രം അസസ് ചെയ്ത് ബാക്കിയുള്ളവരുടെ ഗെയിമുമായിട്ട് കമ്പയർ ചെയ്ത് അയാളുടെ ഗെയിമിനെ പൊക്കി പറഞ്ഞ് ബാക്കിയുള്ളവരുടെ ഗെയിമിനെയൊക്കെ ഒന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തൊടാത്ത രീതിയിലൊക്കെ പറഞ്ഞിട്ട് പോയാൽ നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള നമുക്ക് ആവശ്യമുള്ള കണ്ടസ്റ്റൻറ്റിനെ പൊക്കിയടിച്ച് വിടുന്നത് വെളുപ്പിക്കൽ എന്ന് പറയും. എനിക്ക് പലപ്പോഴായിട്ട് അഖിലിൻ്റെ വീഡിയോയിൽ അനുമോളെ വെളുപ്പിക്കുന്ന സ്കീം തോന്നിയിട്ടുണ്ട്. പലപ്പോഴായിട്ട് അഖിൽ ഗെയിം കാണാതെ സംസാരിക്കുന്ന രീതിയിൽ ഉള്ള അഖിലിൻ്റെ വീഡിയോസ് ഞാൻ ഈ സീസണിൽ കണ്ടിട്ടുണ്ട്. തുടക്കത്തിൽ ലാസ്റ്റ് ആയപ്പോൾ പിന്നെ ഗെയിം കണ്ടേ പറ്റുന്നതായി. കാരണം ആദിലേൻ്റെ ഒരു ഗെയിം ചേഞ്ചിങ് സാധനം എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഐറ്റം അഖിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കമൻറ്റ് ബോക്സ് അഖിൽ പോയി നോക്കി അറിയാം, ഗാലക്സിയിൽ എത്തിയിട്ടുണ്ട് അഖിൽ. അങ്ങനെ ഇറക്കിയിട്ടിട്ടുണ്ടായിരുന്നു നാട്ടുകാർ. അതിന് ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഒരു ബിഗ് ബോസ് വിന്നർ അത് കണ്ട് ചെയ്യണം, അതാണ് അയാളുടെ ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത്. ബിഗ് ബോസ് വിന്നർ എന്നല്ല, ഒരു സാധനം കണ്ടിട്ട് ചെയ്യണമല്ലോ, മനസ്സിലായി. ഞാൻ തൊപ്പിയെ വിളിച്ച സമയത്ത് തൊപ്പി എന്നെയാണ് വിളിച്ചത്. ഞാൻ നാട്ടിൽ നിന്ന് തായ്ലാൻഡിലേക്ക് വരുന്ന സമയത്ത് എയർപോർട്ടിൽ നിൽക്കുമ്പോൾ തൊപ്പിനെ വിളിച്ചത്. തൊപ്പിയുടെ ലൈവ് കണ്ടവർക്ക് അറിയാം. അതിൻ്റെ ക്ലിപ്പ് ഞാനുണ്ടോ, അന്ന് ഞാൻ തൊപ്പിനോട് കൃത്യമായി പറഞ്ഞതാ, മോനെ നീ ഷോ കാണ്, ഷോ കണ്ടിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കും. ഞാൻ ഈ 100 ദിവസം ഷോ കണ്ടൊരു വ്യക്തിയാണ്, മനസ്സിലായോ. ഇന്ന് ഫൈനൽ അടക്കം ഞാൻ ഇന്ന് കാണും. അപ്പോൾ ഞാൻ ഷോ കംപ്ലീറ്റ് ചെയ്തൊരു വ്യക്തിയാണ്. അഖിൽ മാരാർ ടു ബി ഹോണസ്റ്റ് ഞാൻ പറയാം, ഇടയിൽ നിന്ന് കയറിയ ഒരാളാണ്. തൊപ്പി ഒരു 2, 3, 4 ദിവസത്തെ ഒരു ഒപ്പീനിയൻ എടുക്കലും പരിപാടികളും റീൽസും മാത്രം കണ്ട ഒരാളാണ്. ഓക്കെ, അപ്പോൾ ഇവരുടെ ഒരു ക്രെഡിബിലിറ്റി നിങ്ങൾ ആലോചിച്ച് നോക്ക്, പ്രേക്ഷകർ നിങ്ങൾ ആലോചിക്കുക. ഓക്കെ, ഇനി ഇതിനകത്ത് ഈ പറഞ്ഞ അഖിൽ മാരാറിൻ്റെ പരാമർശം ഇത് പ്രൊവോക്കിംഗ് ആയിട്ടുണ്ട് ആർക്ക്? തൊപ്പിക്ക്. ഇനി അഖിൽ മാരാർ പറഞ്ഞതൊരു ഹിയർസേ ആണെന്ന് ചോദിച്ചാൽ ആണ്. ആരാ പറഞ്ഞു കൊടുത്തത്? വിനു ആണ് പറഞ്ഞു കൊടുത്തത്. വിനു പറഞ്ഞു കൊടുക്കാനുള്ള കാരണം എന്താ? തൊപ്പി അനീഷിന് വേണ്ടി ഈ പരിപാടി ചെയ്യുന്നുണ്ടെന്നുണ്ട്. ഇത് ഞാനും വിനു ഒന്ന് സംസാരിച്ചതാണ്. തൊപ്പി അനീഷിന് വേണ്ടി ഈ വീഡിയോ ഇട്ട സമയത്ത് വിനുവിനോട് ചോദിച്ചപ്പോൾ
ആ ലാസ്റ്റ് ഇയർ നമ്മൾ ജിൻഡോന് വേണ്ടി ചെയ്തു. അപ്പോൾ എങ്ങനെ ചെയ്തു ആ സ്റ്റോറിക്ക് ഞാൻ വരാം. ഞാൻ ചോദിച്ചു വിനുവിനോട് എങ്ങനെയാണ് ജിൻഡോയ്ക്ക് വേണ്ടിയിട്ട് ഈ സാധനം ചെയ്തത്. അന്ന് എന്നോട് പറഞ്ഞു സോജൻ അച്ചായം വഴിയാണ് ഈ സാധനം കണക്ട് ചെയ്തതെന്നും ഇങ്ങനെ തൊപ്പി ഒരു റീൽ ആദ്യം എടുത്തു കൊടുത്തു. തൊപ്പിയുടെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തില്ല, അത് ജിൻഡോൻ്റെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തു എന്നും അതിനുശേഷം ഇവർ തമ്മിലുള്ള ഡീല് ജിൻഡോനെ ലൈവിൽ കൊണ്ടുവരാം. ഓക്കെ, അതിനകത്ത് തൊപ്പി അങ്ങോട്ട് പൈസ കൊടുത്തിട്ടുമില്ല, തൊപ്പി ഇങ്ങോട്ടും പൈസ മേടിച്ചിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്. പല കണക്കുകളും ഈ 8 ലക്ഷം 7 ലക്ഷം ഇതിപ്പോൾ അനുമോളുടെ 16 ലക്ഷം പറഞ്ഞ പോലെയാണ്. അങ്ങോട്ട് എന്താണെന്നുണ്ടെങ്കിലും പൈസ കൊടുത്തു എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു എമൗണ്ട് 8 ലക്ഷം ഒന്നും അല്ല. ഓക്കെ, ഈ 8 ലക്ഷം എമൗണ്ട് എന്നുള്ള സംഗതിയൊന്നുമില്ല. ഞാൻ ഒന്നും കൂടി സ്ട്രെസ് ചെയ്ത് ചോദിച്ച സമയത്ത് പറഞ്ഞത് ഒരു ഇത്. അപ്പം ഞാൻ ചോദിച്ചു ഇല്ലേ എമൗണ്ട് ഇല്ലേ, അതൊരു അങ്ങനത്തെ ഒരു സിസ്റ്റമാണ്. ഞാൻ എന്താണെന്ന് മനസ്സിലാക്കേണ്ടത്, ഇത് വിനുവിനായിട്ടുള്ള ഞാൻ സംസാരിച്ച ഒരു സാധനത്തിന് മുകളിലാണ് പറയുന്നത്. പിന്നെ തൊപ്പിക്ക് ഇവർ പൈസ കൊടുത്തിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല, 1 രൂപ പോലും തൊപ്പിക്ക് ഇവർ കൊടുത്തിട്ടില്ല. ഓക്കെ, 1 രൂപ പോലും തൊപ്പിക്ക് ഇവർ കൊടുത്തിട്ടില്ല. ഇനി ജിൻഡോയ്ക്ക് തൊപ്പിയുടെ നിന്ന് പൈസ കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് വിനു പറയുന്നതിനേക്കാൾ നല്ലത്, കാരണം വിനു അതിനൊരു ക്ലിയർ ഉത്തരം പറയുന്നില്ല. അതിനേക്കാൾ നല്ലത്, അല്ലെങ്കിൽ തൊപ്പി അതിനൊരു ക്ലിയർ ഉത്തരം പറയുന്നില്ല. ഉത്തരം പറയാൻ ഇനി നല്ലത് ജിൻഡോ ആണ്. ജിൻഡോയ്ക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ജിൻഡോ പറഞ്ഞു എനിക്ക് ഇത്ര രൂപയാണ് അതിന് കിട്ടിയത്. ഇനിയിപ്പോൾ വലിയ ജാട ഇട്ടിട്ട് 8 കിട്ടി 10 കിട്ടി എന്നൊന്നും പറയാൻ നിൽക്കണ്ട, കിട്ടിയത് എത്രയെന്ന് പറഞ്ഞിട്ട് പോയാൽ അത്രയും നല്ലത്. അപ്പം ഇതാണ് എനിക്ക് ഈ വിഷയത്തിൽ ഞാൻ സംസാരിച്ചപ്പോൾ ഉള്ളൊരു ക്ലാരിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അഖിൽമാരാർക്കും ഇത് ഇങ്ങനെ ചോദിച്ച് മനസ്സിലാക്കിയാൽ മതിയായിരുന്നു. അതിന് പകരം അഖിൽ വന്ന് അടിച്ച ആംഗിൾ എന്താ മനസ്സിലായി. ഇത് പ്രൊവോക്കിംഗ് ആണ് തൊപ്പിയെ പ്രൊവോക്ക് ചെയ്യണം എന്നുള്ള രീതിക്ക്, അല്ലെങ്കിൽ അനീഷിന് വേണ്ടി വോട്ട് ചോദിക്കുന്ന തൊപ്പിക്ക് എന്ത് ക്രെഡിബിലിറ്റി എന്ന് ചോദിച്ച പോലെയാണ് അഖിൽ വന്നിട്ട് ഇത് ആരോട് ചോദിക്കുന്നത്, ഈ പറഞ്ഞ തൊപ്പിയോട് ചോദിക്കുന്നത്. ഓൾമോസ്റ്റ് ഈ സീസണിൽ 2 പേരും ചെയ്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റവൻ 2 ദിവസം കൊണ്ടൊരു പണി ഒപ്പിച്ചു, അഖിൽ ഒരു പകുതി മുക്കാൽ ഭാഗത്തു നിന്ന് അങ്ങോട്ട് ഒരു പണി ഒപ്പിച്ചു. അതാണ് സംഗതി ഉണ്ടായിട്ടുള്ളത്. എനിക്കങ്ങനെയാണ് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. ഇനി ഓക്കെ, അഖിൽ ഇത് പറഞ്ഞു വെച്ചതിന് ശേഷം അതിനിടയിൽ ഞാൻ എന്നെ തൊപ്പി വിളിച്ച സമയത്ത് ഞാൻ തൊപ്പിയോട് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്ത കാര്യം നിങ്ങൾ കേട്ടോ. എടാ ബിഗ് ബോസിന്റെ വോട്ടിംഗ് ഇന്ന് രാത്രിയാണോ തീരുമല്ലോ നാളെ രാത്രിയാണോ? നാളെ നൈറ്റ് ഉറപ്പല്ലേ? 12 ശനിയാഴ്ച രാത്രി 12. ഓക്കെ താങ്ക് യു. നീ ആരും സപ്പോർട്ട് ചെയ്യുന്ന? ഞാൻ ആരും സപ്പോർട്ട് ചെയ്യില്ല, മോഹൻലാൽ. നിന്റെ അഭിപ്രായം, ഞാൻ ആരെ സപ്പോർട്ട് ചെയ്യണമെന്ന് നിന്റെ അഭിപ്രായം? എടാ അങ്ങനെയൊന്നുമില്ല, ഫെയർ ആയിട്ട് കളിച്ചത് നമുക്ക് തോന്നി ആയിരിക്കില്ല. അല്ല ഈ 2 ദിവസം ഷോ കണ്ടിട്ട് ഈ ഫുൾ ഷോ കണ്ടിട്ടില്ലല്ലോ. ഫുൾ ഷോ കണ്ടിട്ടില്ല, പക്ഷേ ഫെയർ അല്ല. സ്റ്റിൽ എനിക്കൊരു അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ലടാ. എടാ ഫുള്ള് ഷോ കാണാതെ ചുമ്മാ ഇടയിൽ ഒരു അഭിപ്രായം പറയുമ്പോ അത് അതിന്റെ ക്രെഡിബിലിറ്റിനെ ബാധിക്കോ? പിന്നെ 100 ദിവസമുള്ള ഷോ അല്ലേ. നാളെ ഇതിന്റെ ഓപ്പോസിറ്റ് അനക്ക് അറിയട്ടെ ഇതിന്റെ ലെവൽ ഓഫ് പി ആറിംഗ് ഒക്കെ എത്രയെന്നുള്ളത്. നാളെ തൊപ്പി നാളെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞിട്ട് അന്നെ ചിലപ്പോ എല്ലാവരും കൂടി മുറിച്ച് പി ആർ ആക്കി കളയും. എന്ത് ചെയ്യും? പി ആർ ഒന്നല്ല, ഞാൻ 10 പൈസ വാങ്ങാണ്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ ഡോൺ സപ്പോർട്ട് എനിവൻ. നാട്ടുകാരോട് പറ നന്നായി കളിച്ചു, നിങ്ങൾ തോന്നിയ ആൾക്ക് കളിച്ചിട്ടോളാൻ പറ. ആണോ? 100 ദിവസം കണ്ടു. പക്ഷെ എന്നാലും എനിക്ക് ഒരാളെ ജയിപ്പിക്കണം എന്ന് എനിക്കൊരു ആഗ്രഹമാടാ. അത് ആൾക്കാരെന്തെങ്കിലും പറയട്ടെ, ഞാൻ എന്തായാലും ഒരാളെ സപ്പോർട്ട് ചെയ്യാൻ പോയത്. ആൾക്കാരെന്തെങ്കിലും പറയട്ടെ. ഞാൻ പറയുന്നത് ഞാൻ ഒരാളെ സപ്പോർട്ട് ചെയ്ത് നോക്കാം. കഴിഞ്ഞ പോലെ ഞാൻ ജിൻഡോനെ സപ്പോർട്ട് ചെയ്ത് ജിൻഡോ കപ്പെടുത്ത്. ഇക്കൊല്ലം നമുക്ക് നോക്കാം, എന്താവും നോക്കാം. ഞാൻ എന്തായാലും സപ്പോർട്ട് ചെയ്യാൻ പോവാം. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് വിളിക്കാം, ബൈ. ഇതാണ് ഞാനും തൊപ്പിയും തമ്മിലുള്ള കോള്. വെരി ക്ലിയർ ആയിട്ട് ഞാൻ ഈ ചെക്കന് പറഞ്ഞു കൊടുത്തതാണ്. എനിക്ക് ഇതിൻ്റെ ബാക്കിലുള്ള പി ആർ കളികൾ അറിയില്ല മോനെ, ഇതിൻ്റെ ഒരു ലെവൽ എത്രയാണെന്ന് അറിയില്ല. വെറുതെ ക്രെഡിബിലിറ്റി കളയല്ലേ. കാരണം ബിഗ് ബോസ് ഷോ ആ ഷോൻ്റെ കോർ ഓഡിയൻസ് അല്ലെങ്കിൽ അതിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്കാണ് ഈ ലൈവും എപ്പിസോഡൊക്കെ കണ്ടതിന് ശേഷം ഒരാളുടെ പ്ലേ അസസ് ചെയ്തിട്ട് സംസാരിക്കാൻ പറ്റില്ല. ഒന്ന് ഈ റീൽസിൻ്റെ 4 കട്ടോ 2 ദിവസം കൊണ്ട് ഇത് കണ്ടിട്ടോ പറഞ്ഞു കഴിഞ്ഞാൽ അത് ബ്ലണ്ടറാണ്. ഓക്കെ, തൊപ്പിയെ പോലുള്ള ഒരാൾക്ക് ക്രെഡിബിലിറ്റി വാല്യൂ ഭയങ്കരമാണ്. ക്രെഡിബിലിറ്റി ഇപ്പോൾ അവൻ്റെ വാല്യൂ ഭയങ്കരമാണ്. അവൻ്റെ ക്രെഡിബിലിറ്റി കളയുന്ന ഒരു സാധനം അവൻ ചെയ്യരുതെന്ന് എൻ്റെ പേഴ്സണൽ ആഗ്രഹമായിരുന്നു. വെരി അൺഫോർച്ചുനേറ്റ്ലി അവൻ മറ്റേ സാധനം ഉണ്ടല്ലോ, കഴിഞ്ഞ വർഷം ജിൻഡോ അടിച്ചു. അപ്പോൾ ജിൻഡോ അടിച്ചതുകൊണ്ട് ഇപ്രാവശ്യം ചിലപ്പോൾ ഹനീഷ് അടിക്കാം എന്നുള്ള രീതിക്ക് അവനൊരു ജസ്റ്റ് എവിടെന്നെങ്കിലും കാൽക്കുലേഷൻസ് കിട്ടിക്കാണണം. അപ്പോൾ അങ്ങനത്തെ രീതിയിലായ സമയത്ത് ഒരു ഓവർ കോൺഫിഡൻസോ അല്ലെങ്കിൽ കഴിഞ്ഞൊല്ലം കിട്ടി ഞാൻ പറഞ്ഞ ആൾക്ക് ഇപ്പോഴെല്ലാം ഞാൻ പറഞ്ഞ ആൾക്ക് കിട്ടി എന്നുള്ളത് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു സാധനം അവൻ പറഞ്ഞു വെച്ചല്ലോ. അത് അപ്പോൾ കഴിഞ്ഞൊല്ലം കിട്ടിയ ഒരാൾക്ക് ഞാൻ പറഞ്ഞതുകൊണ്ട് കിട്ടി എന്നുള്ളൊരു സംഗതി, ഒരു ക്രെഡിറ്റ് അവൻ അതിന് മെല്ലെ ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട്.
ഇക്കൊല്ലം ചിലപ്പോൾ അതിന് വേണ്ടിയിട്ടായിരിക്കണം. അപ്പോൾ പിന്നെ കമ്മിങ് ഇയർ ഒന്നുകൂടി ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട് എന്ത് ചെയ്യാം, ഒരു 100 ദിവസം ബിഗ് ബോസിൻ്റെ കണ്ടൻറ്റ് തൊപ്പിക്കെടുക്കാം. ഈസിയാണ്, വേറെ എവിടെയും തപ്പിപ്പോണ്ട. 100 ദിവസത്തെ കണ്ടൻറ്റ് കിട്ടും, നല്ല വ്യൂവർഷിപ്പ്, ഫാൻ ബേസ് ഒക്കെ വരും, അതിനകത്ത് കുറേ ഇൻട്രാക്ഷൻസ് വരും. എന്നാണെങ്കിലും അങ്ങനെയൊക്കെ കാൽക്കുലേഷൻസിലോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഇൻസ്റ്റിങ്ക്റ്റിൻ്റെ മുകളിൽ ചെയ്തതോ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും ഇതാണ് ഞങ്ങൾ തമ്മിലുള്ള കോൺവെർസേഷൻ. ഇത് അന്ന് കേട്ടിരുന്നു ഈ വല്ല കാര്യം ഉണ്ടായിരുന്നതിന്. അതിനുശേഷം ഇവൻ ലൈവിൽ എന്നിട്ട് അനീഷിനെ സപ്പോർട്ട് ചെയ്യാൻ പറയലും വോട്ട് എങ്ങനെ ചെയ്യണം എന്നുള്ള പാറ്റേൺ പറഞ്ഞു കൊടുക്കലും, അതിനുശേഷം ഇവൻ സ്റ്റോറി ഇട്ട് വീണ്ടും, അതായത് എങ്ങനെയാണോ പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് ഒരു ഡൗട്ട് ഓഫ് എലമെൻറ്റ് കൊടുക്കാൻ പറ്റുക അതുപോലെ കൊടുത്തിട്ടുണ്ട്. പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് ഇപ്പോൾ അഖിലിൻ്റെ വീഡിയോ കണ്ടിട്ട് അനുമോളെ കുറച്ചൊരു സോഫ്റ്റ് കോർണറുള്ള അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കണ്ടസ്റ്റൻറ്റിൻ്റെ ഇഷ്ടപ്പെടുന്ന ഒരാളുകൾക്കൊക്കെ ചിലപ്പോൾ അനുമോളെ ദേഷ്യമുള്ള ആളുകൾക്കൊക്കെ പുറത്തുനിന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ തോന്നാം ഈവൻ അനീഷിൻ്റെ PR തന്നെടേ. കാരണം വീഡിയോയിൽ അനീഷിന് എങ്ങനെ വോട്ട് കൊടുക്കണം എന്ന് പറയുന്നു, സ്റ്റോറി ഇടുന്നു, തൊപ്പി ഇതുവരെ ചെയ്യാത്തൊരു പാറ്റേൺ അഡാപ്റ്റ് ചെയ്യുന്നു. മനസ്സിലായോ? കാരണം ഇത് ലക്ഷങ്ങൾ പറയുന്നൊരു പണിയാണ് ഈ PR-ൻ്റെ ഗെയിമുകൾ. അനീഷ് PR ഇല്ലാത്ത ഒരാളൊന്നുമല്ല. അനുമോൾക്ക് PR ഉള്ള പോലെ തന്നെ അനീഷിനും PR ഉണ്ട്, പല കണ്ടസ്റ്റൻസിനും അതിനകത്ത് PR ഉണ്ട്. സോ ഇവർ ഏത് എക്സ്ട്രീം ഗെയിം കളിക്കുന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. നാട്ടുകാരെ മാനിപ്പുലേറ്റ് ചെയ്യുക എന്നുള്ളൊരു സംഗതി ഉണ്ട്. അതായത് അതിനകത്ത് ഗെയിം കളിക്കുന്ന ഒരു ഗെയിം കളിക്കുക, അത് 24/7 ചാനൽ പുറത്ത് വിടുക, അതിനുശേഷം അതിൻ്റെ ചാനലിൽ എപ്പിസോഡായിട്ട് വരെ, ഇതിനൊക്കെ പുറമെ റീൽസ് കട്ട് ചെയ്തിട്ട് ഇതിനൊക്കെ പുറമെ വീണ്ടും ഇങ്ങനത്തെ മാനിപ്പുലേഷൻസ് കളിക്കാൻ PR-കൾ ഗെയിമായിട്ട് ഇറങ്ങുന്നുള്ളത് ഇപ്പോൾ നാട്ടുകാർക്ക് ബോധ്യമായല്ലോ ഈ സീസണിൽ. ഇറ്റ്സ് എ PR സീസൺ. അപ്പോൾ എന്താണെങ്കിലും എലമെൻറ്റ് ഓഫ് ഡൗട്ട് തൊപ്പിക്കെതിരെ ഉണ്ടാവും. ഓക്കെ, അത് ക്ലിയർ ചെയ്യുക എന്നുള്ളത് തൊപ്പിയുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇല്ലെങ്കിൽ ഈ അഖിലിനെ പോലുള്ള ചൊറിയ ഇങ്ങനെ വന്ന് ചൊറിഞ്ഞുകൊണ്ടിരിക്കും. മനസ്സിലായില്ലേ? ഇനി ഈ വിഷയം കഴിഞ്ഞതിന് ശേഷം ഇവൻ ഈ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തു, അഖിൽ മാരാറിൻ്റെത്. അതൊന്ന് വേണം. വ്യക്തിപരമായിട്ട് അറിയുന്ന കാര്യമാണ്. ഒന്ന് തെളിയിച്ച വ്യക്തിപരമായിട്ട് അറിയുന്ന കാര്യമാണല്ലോ, വ്യക്തിപരമായിട്ട് അറിയുന്ന കാര്യമാണല്ലോ. ആ കാര്യം ഒന്ന് പറഞ്ഞാൽ മതി, ഒന്നും വേണ്ട. അടുത്തൊരു വീഡിയോ ഇട്ടിട്ടോ അല്ലെങ്കിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടോ അല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ ചെയ്തിട്ട് ആ വ്യക്തിപരമായിട്ട് അറിയുന്ന കാര്യം തമ്പുരാനൊന്ന് മൊഴിഞ്ഞാൽ മതി. ഓക്കെ, ആ മൊഴിഞ്ഞൊന്ന് എനിക്കൊന്ന് കേട്ടാൽ മതി. അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രൂഫ് എന്താ വ്യക്തിപരമായിട്ട് അറിയുന്ന കാര്യം എന്ന് പറയുന്നത്. ഇയാളെല്ലാം അറിയുന്ന കാര്യമാണ്. ഇയാൾക്ക് കണക്ഷൻസ് ഉണ്ട്, ഇയാൾക്ക് എന്തെല്ലാം അറിയാൻ പോലും. അങ്ങനെയാണെങ്കിൽ അതിനൊരു പ്രൂഫ് കാണിക്കുക, അല്ലെങ്കിൽ അറിയുന്ന കാര്യം പറ. ആര് പറഞ്ഞു, എങ്ങനെ ഇത് ഇങ്ങനൊരു ഇൻഫർമേഷൻ ഏറെ നിങ്ങൾ ഉണ്ടാക്കി? ഓക്കെ, അതൊന്ന് പറ. ഇത് സംഭവം എന്താ അറിയോ, ഇവന്മാരെല്ലാം ഫീൽഡ് ഔട്ട് ആവും. ഇവന്മാരെല്ലാം പണ്ട് ഭയങ്കര സംഭവമായിരുന്നു, ശരി തന്നെയാണ്. ഇയാളെല്ലാം ഫീൽഡ് ഔട്ട് ആകുമ്പോഴേക്ക് ഈ തൊപ്പിന്റെ നെഞ്ചത്തേക്ക് കയറുന്ന പരിപാടി ഉണ്ട്. ഇതിപ്പോ ഒരു ട്രെൻഡാണ്. ഞാൻ ജിൻഡോന്റെ PR ചെയ്തെന്ന് പറഞ്ഞത്, അതായത് വോട്ട് ചോദിച്ചത് കഴിഞ്ഞ പോലെ ഞാൻ ജിൻഡോന്റെ വോട്ട് ചോദിച്ചതിന് എന്തോ വ്യക്തിപരമായിട്ട് എന്തോ അറിവ് കിട്ടിയെന്ന് പറഞ്ഞു. വ്യക്തിപരമായ എന്തോ അറിവ് കിട്ടിയെന്ന് പറഞ്ഞു. ആ അറിവ് എന്താണെന്നൊന്ന് പറയാൻ പറ്റുമോ? ജിൻഡോയ്ക്ക് വേണ്ടിട്ട് വോട്ട് ചോദിച്ചത് അവന്മാരോട് പറഞ്ഞത് ഇതിനെ കൊണ്ട് ജയിച്ചാന്ന് പറഞ്ഞു. അങ്ങനെയാണോ പറഞ്ഞത്? പൈസ വാങ്ങിയിട്ട് ചെയ്തെന്നല്ലേ മാരാറ് നിങ്ങൾ പറഞ്ഞത്? അതിനൊരു എക്സ്പ്ലനേഷൻ വേണം. പൈസ വാങ്ങിട്ടെന്ന് പറഞ്ഞാൽ നീ അവരുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചെന്ന് അവരുടെ PR ടീമാ പറഞ്ഞത്. ആര് പറഞ്ഞു? PR ടീമിൽ ഒരാളെ പേര് പറയൂ. വിനുവിനെ എനിക്ക് അറിയാലോ. വിനുവിനെ ഒന്ന് കോളിൽ ആഡ് ചെയ്ത്. വിനു ഒന്ന് ഒരു മിനിറ്റ്. എന്താ വിനുവിനെ നീ വിളിച്ചു ചോദിച്ചോ. വിനു നിങ്ങളോട് പറഞ്ഞു ഞാൻ പൈസ വാങ്ങിയെന്ന്. ജിൻഡോന്റെ PR ചെയ്യാൻ വേണ്ടി ഞാൻ പൈസ വാങ്ങിയെന്ന് വിനു പറഞ്ഞു. ആവശ്യമില്ലാത്ത കാര്യമല്ല നിങ്ങൾ പറഞ്ഞത്. ഞാൻ ബിഗ് ബോസ് കാണാറുണ്ടോ? നീ നോക്കേണ്ട കാര്യമില്ലല്ലോടാ. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയടാ. നീ ഏത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പൈസ വാങ്ങിയെന്ന് പറഞ്ഞത്? വിനു എന്താടാ എന്ത് എന്ത് ഞാൻ എന്നെ കുറിച്ച് ഇല്ലാത്ത പറഞ്ഞതിന്റെ തെളിവ് ചോദിക്കാനാടാ വിളിച്ചത്. ഞാൻ പനിയായിട്ട് നീ വീഡിയോ ഇട്ടല്ലോ, അനുമോൾക്കുള്ള PR നല്ല വൃത്തിയായിട്ട് ചെയ്തല്ലോ. ഓക്കെ, അപ്പോൾ വീഡിയോ ഇടണോ വേണ്ടെന്നുള്ളതൊക്കെ ഒരാളുടെ പേഴ്സണൽ ഇഷ്ടമാണ്. അത് ഏത് ആംഗിൾ എടുക്കണം എന്നുള്ളത് നമ്മളുടെ ഇഷ്ടമാണ്. അപ്പോൾ അഖിൽ മാരാർക്ക് പനി ഉണ്ടാവാം, കാരണം ഓൺ ദ ത്രോട്ട് ഒരു 4 ദിവസം നമ്മൾ ക്രിക്കറ്റ് കളിച്ചതാണ്. സോ അതിൻ്റെ ഒരു ദേഹത്തിൻ്റെ വിഷയങ്ങൾ ഉണ്ടാവാം, ടയേർഡായിരിക്കാം അയാൾ. ഒരു വീഡിയോ ചെയ്തിട്ട് അതിൻ്റെ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ഒരാൾ വിളിക്കുന്ന സമയത്ത് നീ എന്നോടാണോ ചോദിച്ചേ, നീ വാപ്പാനോടാണോ ചോദിച്ചതെന്ന് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാണ്ടല്ലോ, സോറി ലൈറ്റ് പോയിട്ടുണ്ട്, പക്ഷേ എനിക്ക് വേറെ വഴിയില്ല, എടുത്തേ പറ്റൂ, ബിക്കോസ് വേറെ ഇത് കട്ട് ചെയ്തെടുക്കാൻ താല്പര്യമില്ല. ഇത് ഇങ്ങനൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ പരിപാടിയാണെന്ന് ഞാൻ പറയുള്ളൂ. മനസ്സിലായ? കാരണം എടീ വാപ്പാക്ക് പറയേണ്ട കാര്യം എന്താ അഖിൽമാരാർക്ക് ഉണ്ടായിരുന്നേ? എനിക്കറിയുന്ന അഖിൽമാരാർ ഇങ്ങനെ പ്രൊവോക്ഡ് ആയിട്ട്
എടാ പോടാന്ന് വിളിച്ചത് കൊണ്ട് ഒരാളുടെ വാപ്പ നിൻ്റെ വാപ്പാനെയാണോ പറഞ്ഞതെന്നൊക്കെ ചോദിക്കുന്ന ഒരാളല്ല, ഒന്നാമത്തെ കാര്യം. പക്ഷെ അയാൾ അങ്ങനെ പ്രൊവോക്ക് ആവാനുള്ള റീസൺ എന്താണ്? അതാണ് എനിക്ക് അറിയേണ്ടത്. അത് വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം സാധനമായി പോയി മാരാരെ. മനസ്സിലായോ? അതൊക്കെ ഒരു ലിമിറ്റിൻ്റെ മുകളിൽ. ചിലപ്പോൾ അയാൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അസുഖം പിടിച്ച് ദേഹാശ്വാസം കാരണം കിടക്കുമ്പോൾ അല്ലെങ്കിൽ പനി പിടിച്ച് കിടന്നപ്പോൾ പറഞ്ഞതായിരിക്കാം എന്നൊക്കെ പറയാം. ബട്ട് സ്റ്റിൽ കുറേ സ്ഥലങ്ങളിൽ സംസാരിച്ച് കുറേ വിഷയങ്ങളെക്കുറിച്ച് സംസാരിച്ച് അത്യാവശ്യം നല്ല പോലെ കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യാനും സംസാരിക്കാനും അറിയുന്നൊരു വ്യക്തിയിൽ നിന്ന് ഞാനതൊരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഓക്കെ, ഞാനൊരിക്കലും അത് എന്ത് ചെയ്യുന്നില്ല, എക്സ്പെക്റ്റ് ചെയ്തില്ല. അത് വളരെ മോശമായിപ്പോയി. ഓക്കെ, ഇനി അത് നിൽക്കട്ടെ. ഇനി കമ്മിങ് ടു ദ കോർ തിങ്, ബിനു ആണ് അഖിലിനോട് പറഞ്ഞതെന്നുള്ളതാണ് ആദ്യത്തെ കോളിൽ അഖിൽ പറയുന്നത്. ഈ പൈസ എടുത്ത് തന്നെ PR ചെയ്തതാണ് ജിൻഡോയ്ക്ക് വേണ്ടിയിട്ട് എന്നുള്ളത്. അതിനൊരു ക്ലാരിറ്റി കൊടുക്കാൻ അഖിലിന് പറ്റാത്തതിൻ്റെ റീസൺ എന്താ അറിയോ? ബിനുവിനെ എനിക്ക് പേഴ്സണലി ഇപ്പോൾ കുറച്ചായിട്ട് അറിയാം. ബിനുവിനൊരു വിഷയമുണ്ട്. ബിനു വീഡിയോ ആണെന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ പറയാം. ബിനു പറയുന്ന ചില കാര്യങ്ങൾ എന്താ അറിയോ, ഒരു ക്ലിയർ ക്ലാരിറ്റിയിൽ ബിനുവിന് ഫുൾഫിൽ ചെയ്യാൻ പറ്റില്ല. ബിനു പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ കേട്ടിട്ട് അതൊന്ന് മനസ്സിലാക്കി രണ്ടാമത് ബിനുവിനോട് ചോദിക്കേണ്ട ഒരു അവസ്ഥ. മനസ്സിലായോ? അതിങ്ങനത്തെ സീരിയസ് മാറ്റേഴ്സും കൂടി ആകുമ്പോൾ വിനുവിൻ്റെ കയ്യിൽ നിന്ന് പോകാറുണ്ട്. ഈ റീസെൻ്റ്ലി വിനു ഈ വിഷയത്തിൽ ഞാൻ വിനുവിനെ എക്സ്പോസ് ചെയ്തതിന് ശേഷം വിനു കുറേ ഇൻ്റർവ്യൂ കൊടുത്തപ്പോൾ ഞാൻ തന്നെ പിന്നെ അയ്യോ പാവം എന്ന് പറഞ്ഞിട്ട് വിനുവിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, വിനുവിൻ്റെ ഇൻ്റർവ്യൂ കൊടുക്കരുത്. കാരണം അട്ടർലി ഭയങ്കര എക്സ്പോസ്ഡ് ആവുന്ന രീതിയിലാണ് ഇൻ്റർവ്യൂ കൊടുക്കുന്നത്. സംഗതി ശരിയാണ്, ഞാൻ PR എക്സ്പോസ് ചെയ്യുക എന്നുള്ളത് എൻ്റെ റെസ്പോൺസിബിലിറ്റി ആയിരുന്നു. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ PRനെ കുറിച്ച് സംസാരിച്ചത്. സോ ഐ എക്സ്പോസ്ഡ് യു. പക്ഷേ ഒരു എന്താ പറയുക, കുറച്ച് കാലമായിട്ട് അറിയുന്നൊരു ഫ്രണ്ട് എന്നുള്ള രീതിക്ക് നോക്കുന്ന സമയത്ത് ഇത് വേണ്ട, ഇത് വിട്. കാരണം PR എന്ന് പറഞ്ഞൊരു മോശം പരിപാടിയായിട്ടല്ല ഞാൻ പ്രസൻറ്റ് ചെയ്തത്, അല്ലെങ്കിൽ ഒരു മോശം പരിപാടിയല്ല. കാശുള്ളവൻ PR ചെയ്യും, കപ്പടിക്കും, എന്ത് വേണേൽ ചെയ്യും. ഓക്കെ, പേഴ്സണൽ ബുള്ളിങ് അല്ലെങ്കിൽ വേറൊരാളെ പേഴ്സണൽ ഹരാസ്മെൻറ്റിലേക്ക് സാധനങ്ങൾ മാറുന്ന സമയത്താണ് ഇത് ഭയങ്കര വിഷയമാവുന്നത്. ഓക്കെ, അപ്പോൾ ഈ സീസണിൽ അത് ചെയ്യുന്നില്ല എന്നൊക്കെയാണ് വിനുവിൻ്റെ ക്ലെയിം ഉണ്ടായിരുന്നത്. ലെറ്റ് സി, അതിൻ്റെയൊക്കെ സാധനങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പലരും പറയുന്നുണ്ട്. അതിനുള്ളൊരു പ്രൂഫോ കാര്യങ്ങളൊന്നും ഇതുവരെ ആരും അങ്ങനെ എടുത്തു വെച്ച് പറഞ്ഞിട്ടില്ല. ഏത് PR ആര് ചെയ്തു, അക്ബറിൻ്റെ PR ചെയ്തു, ഷാനവാസിൻ്റെ PR ചെയ്തു, അനുമോളെ PR ചെയ്തു, അനീഷിൻ്റെ PR ചെയ്തു, പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെയിം ഇട്ട് പോവാണ് ഈ പേഴ്സണൽ ബുള്ളിങ്ങിൻ്റെ കേസിൽ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം, അഖിലിന് ഇതിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു. എൻ്റെ ചോദ്യം അതാണ്. അതായത് വിനുവിൽ നിന്ന് അല്ലെങ്കിൽ കൃത്യമായ റീസൺ എന്താണ്, എന്തുകൊണ്ട്, അല്ലെങ്കിൽ എന്തായിരുന്നു അന്നത്തെ ഡീൽ എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് അഖിലാണ്. ഇനി അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ അതിലൊരു പ്രൂഫ് മേടിച്ചിട്ട് വേണമായിരുന്നു ഇതിനെക്കുറിച്ച് സംസാരിക്കും. ഇനിയിപ്പോൾ എന്നോട് ഞാൻ പറഞ്ഞല്ലോ, എന്നോടിപ്പോൾ ഈ വിഷയങ്ങളൊക്കെ നടക്കുന്നതിന് മുമ്പ് തന്നെ വിനു എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ആ ഡീൽ എന്നുള്ളത്. മനസ്സിലായോ? അതായത് ലേറ്റർ ഓൺ ഈ ലൈവിൽ, തൊപ്പിയുടെ ലൈവിൽ വിനു വിളിച്ച് സംസാരിച്ച സമയത്ത് ഞാൻ പറഞ്ഞ അതേ സാധനമാണ് പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായോ? ഒരു രൂപ പോലും തൊപ്പി മേടിച്ചിട്ടില്ല. പിന്നെ തൊപ്പി കൊടുത്തതിൻ്റെ കണക്ക് ക്ലിയർ ആയിട്ട് പറയുന്നുമില്ല. അപ്പം അത് എടുത്ത് വെക്കാതെ മാരാരി എടുത്ത് ചാടി ഒരു സാധനം ചെയ്തു എന്നുള്ളത് അവിടെ ഭയങ്കര സീനാണ്. ഓക്കെ, ബാക്കി കാണാം. ഓക്കെ, ഇനി എന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ചു. ഫ്ലാഷൊക്കെ അടിച്ചു പോയടേ. ജിൻഡോയുടെ PR ചെയ്തവനാണ് പറഞ്ഞത്, നീ അവന്റെ ഓൻ പറഞ്ഞതാണോ നിന്റെ തെളിവ്? ഈ വിനു ആരാ? വിനു ചിലപ്പോ നിന്റെ ഫ്രണ്ട് ആയിരിക്കും. ഈ വിനു ആരാ? വിനു പറയുന്നതാണോ തെളിവ് നിന്റെ? ജിൻഡോയുടെ നീ ബിഗ് ബോസ് കണ്ടിട്ടാണോ അനീഷ് നോട്ട് പിടിക്കുന്നത്? അതോ അവരുടെ അടുത്ത് പൈസ മേടിച്ചിട്ടോ? പൈസ മേടിക്കുന്നത് നീ കണ്ടോ? ആണോ അല്ലയോ? എടാ, പൈസ മേടിക്കുന്ന നീ കണ്ടോ? നിന്റെ തെളിവുണ്ടോടാ? നിന്റെ തെളിവുണ്ടോ? നീ തെളിവ് വിടറ. നീ ബിഗ് ബോസിൽ അനീഷിന്റെ ഒരു നല്ല ഗെയിം മൊമെന്റ് പറഞ്ഞിട്ടൊന്ന് ഓട്ടി വയ്ക്കും. എങ്ങനെ ഗെയിം മൊമെന്റോ? ബിഗ് ബോസിൽ അനീഷ് ചെയ്തൊരു നല്ല 4 ഗെയിമിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് വോട്ട് ചോദിച്ചു. അതിന്റെ ആവശ്യം എന്താ? അനുമോളിൽ നീ PR ചെയ്യുന്ന പോലെ എനിക്ക് PR ചെയ്യേണ്ട കാര്യമില്ല അഖിലെ. ഒന്നാമത്തെ കാര്യം, ഞാൻ ബിഗ് ബോസ് 100 ദിവസം അല്ലല്ല, ഞാൻ പറയുന്നതൊന്ന് കേക്ക്. ഞാൻ പറയുന്ന അങ്ങോട്ട് കേക്കടാ. ഞാൻ അങ്ങോട്ട് പറയുന്ന അങ്ങോട്ട് കേക്കടാ. വാപ്പ നിന്റെ തന്തേനാണ് ഞാൻ വിളിച്ചത്. നീ എന്താ വാപ്പാക്കെല്ലാം പറയുന്നത്? നിന്റെ തന്തക്ക് ഞാൻ വിളിച്ചില്ലല്ലോ. അഖിലെ, നിന്റെ തന്തക്ക് ഞാൻ വിളിച്ചോ? എന്ത് സ്റ്റാൻഡേർഡാണ് നിനക്കുള്ളത്? നീ വലിയ ആധികാരികമായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ. ഒരാളെ വിളിച്ചിട്ട് മാന്യമായിട്ട് സംസാരിക്കുമ്പോ അയാളെ തന്തക്ക് വിളിക്കലാന്നോടാ നിന്റെ മാന്യത? ഇതാണോടാ നിന്റെ സ്റ്റാൻഡേർഡ്? തോക്കുമ്പോ തന്തക്ക് വിളിക്കലാണോ നിന്റെ സ്റ്റാൻഡേർഡ്? നീ വലിയ ആധികാരികമായിട്ട് സംസാരിക്കുന്ന വലിയ കൊണാണ്ടറാണല്ലോ. നീ എന്താ മാന്യമായിട്ട് തിരിച്ച് സംസാരിക്കേണ്ടത്? ലോജിക്കലായിട്ടുള്ള തെളിവ് ഞാൻ ചോദിക്കുമ്പോ തന്തക്ക് വിളിക്കുന്നതാണോടാ നിന്റെ സ്റ്റാൻഡേർഡ്? നിന്നെ തന്തക്ക് വിളിക്കുന്നത് നിന്നെ പറയണ്ടത്. നീ എന്നെ വിളിച്ചിട്ട് നീ എടാ പോടാന്ന് വിളിക്കാൻ പറ്റാണ്ട് നീ ആരാ? ജഡ്ജിയോ? എടാ പാടാന്ന് നിന്നെ വിളിക്കാൻ പാടില്ലേ? എന്താ? നീ എന്നെ
വിളിച്ചിട്ട് നീ എന്നെ വിളിച്ചിട്ട് എന്തോ ആദ്യം സംസാരിച്ചത്? എടാ പോടാ, നിന്നെ എടാന്ന് വിളിക്കൂടാ, നിന്നെ എടാന്ന് വിളിക്കും. കള്ളന്മാരെ എടാന്ന് വിളിക്കും, കള്ളത്തരം പറയുന്നവരെ എടാ പോടാന്ന് വിളിക്കും. അതിനെന്താ നിനക്ക് റെസ്പെക്ട് ചെയ്യണം? എന്താ പീനൽ കോഡിലാണ്, ഇന്ത്യൻ പീനൽ കോഡിലുണ്ട് നിന്നെ റെസ്പെക്ട് ചെയ്യണമെന്ന്. ഇന്നലകളിൽ എന്തൊക്കെ കാണിച്ചാണ് 4 പേര് മുമ്പിൽ അറിഞ്ഞു വന്നു? അപ്പൊ നീ എന്തൊക്കെ കാണിച്ചു? നീ എന്തൊക്കെ കാണിച്ചിട്ടാടാ? ബിഗ് ബോസിൽ നാണമില്ലാടാ. എനിക്കൊന്നുമില്ലെങ്കിൽ ഡിഗ്നിറ്റി ഉണ്ടടാ. ഞാൻ എന്തിനെങ്കിലും എതിരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എതിരെ നിൽക്കും, സ്റ്റാൻഡിൽ നിൽക്കും. നിന്നെ പോലെ ബിഗ് ബോസിനെതിരെ പറഞ്ഞിട്ട് ബിഗ് ബോസിൽ പോയിട്ട് ഊമ്പിയിട്ടില്ല. മനസ്സിലായടാ. നീ എന്റെ ഭാഷ എടുത്തിടേ, നിന്റെ ഭാഷ ഞാൻ എടുത്തിടട്ടടാ. നാട്ടുകാരെ പറ്റിച്ച് സംസാരിക്കുന്നുണ്ടല്ലോ. നീ ഏത് ക്രിപ്റ്റോ? ഞാൻ ക്രിപ്റ്റോയിൽ ആരെ സ്കാം ചെയ്തു അത് പറ. നീ ആരെ പറ്റിച്ചെന്നല്ല ഞാൻ പറഞ്ഞത്. നീ ക്രിപ്റ്റോ ഉഡായിപ്പ് ക്രിപ്റ്റോ എന്ന് നീ പറഞ്ഞു. ഉഡായിപ്പ് ക്രിപ്റ്റോ എന്ന് പറഞ്ഞു. ഞാൻ ക്രിപ്റ്റോയിൽ ആരെ പറ്റിച്ചു? നിനക്ക് റൂട്ടറുമായിട്ടുള്ള കോൺട്രാക്ട്, റൂട്ടറായിട്ടുള്ള കോൺട്രാക്ട് പറ. ആ റൂട്ടറായിട്ടുള്ള കോൺട്രാക്ട് നീ അടുത്ത വിഷയത്തിലേക്ക് പോലെ ഒരു വിഷയത്തിൽ നിൽക്ക്. നീ ഓരോ വാക്കുകൾ ജനത്തിന്റെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കലാക്കില്ല. ഒപ്പി ചോദിച്ച ചോദ്യത്തില് അഖില് വെട്ടുപോയപ്പോ പിന്നെന്തായി? അവിടെ വിഷയങ്ങൾ മാറി. വീട്ടുകാരെ വിളി തുടങ്ങി, പിന്നെ സ്ട്രീമിങ്ങിൻ്റെ സാധനം ചോദിക്കൽ തുടങ്ങി. അതിനുശേഷം 8 ലക്ഷം ജിൻഡോയ്ക്ക് കൊടുത്ത കണക്കും അതിൻ്റെ GST ചോദിക്കൽ തുടങ്ങി. ക്രിപ്റ്റോനെ കുറിച്ച് ചോദിക്കൽ തുടങ്ങി. ശരിക്ക് ഞാൻ പറഞ്ഞല്ലോ, അഖിൽ എടുത്ത് ചാടി ചെയ്തൊരു പരിപാടി. ഓക്കെ, അഖിൽ എടുത്ത് ചാടി ചെയ്ത പരിപാടിയാണെങ്കിൽ അഖിൽ എന്ത് ചെയ്യണം? ഒരു ഹിയർസേ ആണെങ്കിൽ ഹിയർസേ എന്ന് പറഞ്ഞ് പ്രസൻറ്റ് ചെയ്യണം. ഇനി അത് അങ്ങനെ അല്ലാതെ പ്രസൻറ്റ് ചെയ്തു. ആരെക്കുറിച്ചാണോ പറഞ്ഞത് ആ വ്യക്തി വിളിച്ച് ചോദിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ആ വ്യക്തിക്ക് ഒരു ഉത്തരം കൊടുക്കാൻ പറ്റണം. അത് പറ്റിയതുമില്ല. എന്നാൽ വിനു അപ്പുറത്ത് പോയിരുന്ന എല്ലാ കാര്യവും കൊണ്ട് വിളിച്ച് പറഞ്ഞു. അതായത് അച്ചായനെയും കൂടിയും കണക്ട് ചെയ്തപ്പോൾ വിനു അവിടെ ചെന്നിട്ട് ഇത് ചെയ്തത് എങ്ങനെയാന്നുള്ളത് പറഞ്ഞതും കൂടി വിനു വിളിച്ചതും കൂടി ഉണ്ട്. അതും കൂടി ഒന്ന് കേൾക്കാം. ആ ടൈമുള്ള ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞാൽ അച്ചായനും ജിൻഡുമായിട്ട് അത്രയും ആത്മബന്ധമാണ്. മനസ്സിലായി? അവർ അത്രയും ഫ്രണ്ട്ഷിപ്പാന്ന് പറഞ്ഞോണ്ട് അച്ചായൻ എന്നെ അത്രയും നിർബന്ധിച്ചിട്ടാണ് ഞാൻ ഈ ജിൻഡോക്ക് വേണ്ടി വോട്ട് ചോദിക്കുന്നത്. മനസ്സിലാവും? ജിൻഡോനെ കുറിച്ച് എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു ആ സമയത്ത് അച്ചായൻ പറഞ്ഞാണ് ഞാൻ വോട്ട് ചോദിക്കുന്നത്. അതിൽ നിന്ന് 10 പൈസ 1 രൂപ പോലും ഞാൻ വാങ്ങിയിട്ടില്ല. ഓക്കെ. ഹലോ വിനു ബ്രോ, തൊപ്പിയാണോ? അഖിൽ മാരാറിന്റെ ഒരു വീഡിയോ കണ്ടിരുന്നോ? ഞാൻ കഴിഞ്ഞ കൊല്ലം ജിൻഡോക്ക് വേണ്ടിട്ട് PR ചെയ്തത്. ഇൻഫ്ലുവൻസേഴ്സോ? അതൊന്നുമല്ല. അഖിൽമാരാണ് പറയുന്നത്, ഞാൻ ജിൻഡോക്ക് വേണ്ടി കഴിഞ്ഞ കൊല്ലം വോട്ട് ചോദിച്ചത് ജിൻഡോന്റെ കയ്യിൽ നിന്ന് ഞാൻ പൈസ വാങ്ങിയിട്ടാണ് വോട്ട് ചോദിച്ചതെന്ന് പറഞ്ഞു. അതിന്റെ തെളിവ് എന്താന്ന് ഞാൻ ചോദിച്ചു. പറഞ്ഞു വിനു പറഞ്ഞു എന്ന് പറഞ്ഞു. അതിലെന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ? ആ കേട്ടല്ലോ. തൊപ്പിന്റെ ലൈവില് ജിൻഡോ, അതിനുശേഷം ജയിച്ചതിന് ശേഷം ജിൻഡോ എന്റെ ലൈവിലേക്ക് വന്നു. ഓക്കെ, 10 പൈസ ആ ഗസ്റ്റ് ആയിട്ട് വരുമ്പോ. വിനു, ഞാൻ ഒരു കാര്യം ചോദിക്കാം, ഞാൻ എപ്പോഴാണ് നിന്നെ ആദ്യമായിട്ട് കാണുന്നത്? ജിൻഡോ ആ ലൈവിൽ എന്റെ അടുത്തേക്ക് വരുമ്പോഴല്ലേ ഞാൻ നിന്നെ ആദ്യമായിട്ട് കാണുന്നത്? ആ അച്ചായ ആണല്ലോ. മാരാറ വിനു പറഞ്ഞത് കേട്ടല്ലോ, ലൈവ് കേട്ടല്ലോ. ഇനി നിങ്ങളോട് എനിക്ക് ഇതിനെക്കുറിച്ച് ഞാൻ നിന്റെ ലൈവ് ഒന്നും കേട്ടില്ല. ഞാൻ വിനുവിനെ വിളിച്ച് സംസാരിച്ചപ്പോ അവൻ പറഞ്ഞു നീയും അവനും തമ്മിലൊരു ബാർട്ടർ കരാറാണ് ഉണ്ടാക്കിയതെന്ന്. ബാർട്ടർ കരാറോ? നിങ്ങൾ എന്തൊരു നിങ്ങൾ ഈ വീടെടുത്ത് കടന്ന് ഉരുളുവല്ലേ നിങ്ങള്? എന്തൊരു കൺവിൻസിങ് അതില്. ജിൻഡോ നിന്റെ ലൈവിൽ വന്നായിരുന്നു. ജിൻഡോ എന്റെ ലൈവിൽ വന്നത് ആ ട്രോഫിയും കൊണ്ട് ആദ്യം എന്റെ ലൈവിൽ വരണമെന്ന് അച്ചായൻ പറഞ്ഞിരുന്നു. അതിന് ഞാൻ എന്ത് ചെയ്യാനാ? അല്ല, ഞാൻ ചോദിച്ചത് 8 ലക്ഷം രൂപ കൊടുത്തെന്നല്ലേ പറഞ്ഞിരുന്നത്? 8 ലക്ഷം രൂപ അത് വേറെ കാര്യം. 5 പൈസ കൊടുത്തില്ലല്ലോ. അത് നീ അറിയേണ്ട കാര്യമില്ലല്ലോ. അത് നമ്മൾ ലൈവിൽ ഒരാളൊക്കെ കൊണ്ടുവരുമ്പോ പൈസ വാങ്ങുന്നതും പൈസ കൊടുക്കുന്നതും നീ അറിയേണ്ട കാര്യമില്ല. നീ പറഞ്ഞ കാര്യം ഞാൻ പൈസ കൊടുത്തിട്ടല്ല, ഞാൻ പൈസ വാങ്ങിയിട്ട്. ഓക്കെ ശരി ഞാൻ ഉരുളുന്നുണ്ട്. പറ. ബിഗ് ബോസ് നിന്റെ ലൈവിൽ കൊണ്ടുവരാം, അതിന് നീ സപ്പോർട്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുള്ള കരാറാണ്. ഞാൻ വിനുവിനെ വിളിച്ച് ഞാൻ ചൂടായി. എന്ത് കരാർ? അതായത് ഞാൻ PR ചെയ്താൽ ജിൻഡോ എന്റെ ലൈവിൽ വരാമെന്നാണോ കരാറ്? ആ കരാറ് ആര് പറഞ്ഞ കരാറ്? സാധാരണ ഞാനിപ്പം ബിഗ് ബോസിൽ ജയിച്ചിറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ആദ്യത്തെ ഇന്റർവ്യൂ കൊടുത്ത വലിയ പൈസ മേടിച്ചാണ് കൊടുത്തത്. അപ്പൊ അതുകൊണ്ട് ഒരു ബിഗ് ബോസ് വിന്നർക്ക് ആ സമയത്ത് ഒരു എമൗണ്ട് കിട്ടും. ജിൻഡോ 5 പൈസ കൊടുത്തില്ല. പകരം അതിന്റെ കാര്യം എന്താന്ന് വെച്ചാൽ അത് നീയാണോ തീരുമാനിക്കുന്നത്? ഞാൻ എന്റെ ലൈവിൽ ഓരോരാളെ ഇപ്പൊ ഞാൻ നിന്നെ എന്റെ ലൈവിൽ വിളിക്കുന്നുണ്ടെങ്കിൽ നിനക്കൊരു പൈസ തരും. മനസ്സിലായോ? അത് എന്റെ പേഴ്സണൽ കാര്യം. അത്ര ഗതികെട്ട അവസ്ഥയിലേക്ക് ഞാൻ പോകുമ്പോ ഞാനത് വരാം. ഗതികെട്ട അവസ്ഥയിലാണോ ഉള്ളതെന്ന് നേരത്തെ തെളിയിച്ചു കഴിഞ്ഞു. നിന്റെ കള്ളത്തരത്തിലൂടെ നീ അത് തെളിയിച്ചു കഴിഞ്ഞു. ഓക്കെ, കള്ളത്തരം ആരെയാണ് പൊളിഞ്ഞു?
എന്താ പൊളിഞ്ഞത്? പൈസ വാങ്ങിയത് നീ തെളിയിച്ചോ? ജിൻഡോയെ നിന്റെ ഇന്റർവ്യൂവിൽ ഫ്രീ ആയിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പൈസ കൊടുക്കാതെ PR ചെയ്തു കൊടുത്തു. ഓക്കെ, അപ്പോൾ അങ്ങനെ ലൈവിൽ കോളിൽ ആഡായ വിനുവും അച്ചായനും പറയുന്നു ആ അച്ചായൻ ത്രൂ ആണ് വിനു അത് ചെയ്തത് എന്നും അങ്ങനെയാണ് ജിൻഡോനെ സപ്പോർട്ട് ചെയ്തത്, പിന്നെ ജിൻഡോ ലൈവിൽ വന്നതെന്നുള്ളതും. അത് ഈ പറഞ്ഞ പോലെ പൈസയൊന്നും ജിൻഡോ ഈ പറഞ്ഞ എന്താ പറയുക ജിൻഡോനെ കൊണ്ടുവരുന്നതിന് വേണ്ടി തൊപ്പിക്ക് എന്ത് ചെയ്തിട്ടില്ല, അവർ കൊടുത്തിട്ടില്ല. ഓക്കെ, തൊപ്പിയായിട്ട് പൈസ മേടിച്ചിട്ടില്ല എന്നുള്ള കാര്യം ക്ലിയറാണ്. ഇനി തൊപ്പി ജിൻഡോക്ക് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ട്? ഇതിനിടയിൽ അഖിൽ ക്രിപ്റ്റോൻ്റെ കാര്യം പറയുന്നുണ്ട്. അഖിൽ കുറേ സാധനങ്ങൾ, അതായത് ഒരാൾക്ക് വേണ്ടി, അതായത് അഖിൽ മുണ്ടോക്കി കാണിക്കും ലുലു മോളിൽ മറ്റേ ബിഗ് ബോസ് പോയാന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ ബിഗ് ബോസ് പോകുന്നു, പിന്നെ ഷോ വിന്നറാവുന്നു, പുറത്തിറങ്ങുന്നു, വീണ്ടും ഷോനെ പറയുന്നു, വീണ്ടും അകത്ത് കയറുന്നു. ഈ സ്കീം ഇത് തൊപ്പി കുത്തിപ്പൊക്കുന്നു. തൊപ്പിയുടെ പാസ്റ്റ് ഉള്ളത് അഖിൽ കുത്തിപ്പൊക്കുന്നു. അങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ ഇതിനിടയിൽ ഇതൊക്കെ ഇറലവൻറ്റ് സാധനങ്ങളാണ്. തമ്മിൽ അടിക്കേണ്ട അടിച്ചോട്ടെ, ചളി വാരി എറിഞ്ഞോട്ട്. രണ്ടിലും കണ്ടന്റ്, നമുക്കും കണ്ടന്റ്, അത് വിട്. പക്ഷേ അതിനേറെ കൂടുതൽ 1-2 ചോദ്യങ്ങൾ ഇതിനകത്ത് ഇപ്പോഴും ഹിഡനായി കിടക്കുന്നുണ്ട്. എന്താ പറയുക? ഓക്കെ, ഒരു കാര്യം നമുക്ക് ഉറപ്പായി, ഈ ജിൻഡോനെ സപ്പോർട്ട് ചെയ്തപ്പോൾ തൊപ്പിക്ക് ജിൻഡോനെ വലിയ പിടുത്തൊന്നുമില്ല. ഇപ്പം എങ്ങനെയാണോ അനീഷിനെ സപ്പോർട്ട് ചെയ്തത് അതുപോലെ തന്നെയാണ്. ഷോ കംപ്ലീറ്റ് കണ്ടിട്ടില്ല. ഓക്കെ, സോജൻ അച്ചായൻ്റെ ഫ്രണ്ടാന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ചാടിക്കയറി കുറച്ച് 1-2 ദിവസത്തെ ഇതിൽ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്തു. അങ്ങനെ അയാൾ വിന്നറായി. ഇപ്പോൾ തൊപ്പി ഒരു കോൺട്രിബ്യൂഷൻ അതിനകത്ത് കൊടുത്ത് കാണുമല്ലോ, ഇല്ലേ? എന്താണെങ്കിലും അത് കൊടുത്ത് കാണും. തൊപ്പിയിൽ നിന്നും കുറച്ച് എന്ത് കിട്ടിക്കാണും, വോട്ട്സ് കിട്ടിക്കാണും. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും എന്താ പറയുക, ഇതൊക്കെ ഞാൻ വീണ്ടും പറയുന്നു നിങ്ങളോട്, ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ നിങ്ങൾ 4 റീൽസ് കണ്ടോ, 2 എഡിറ്റ്സ് കണ്ടോ, 10 PR തള്ള് കണ്ടോ, എഴുത്ത് കണ്ടോ അല്ല നിങ്ങൾ എടുക്കേണ്ടത്. നിങ്ങൾ ആ ഷോ വാച്ച് ചെയ്യും. 24/7 വാച്ച് ചെയ്യാൻ അത് വേണ്ട, നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ അത് വിട്. അറ്റ്ലീസ്റ്റ് വരുന്ന എപ്പിസോഡ് കാണാനെങ്കിലും ശ്രമിക്കണം. ഇത് അതുപോലും ഇല്ലാത്ത ആളുകൾ നിങ്ങളുടെ വീഡിയോ ചിലപ്പോൾ കണ്ടിട്ട് ഇൻഫ്ലുവൻസ്ഡ് ആവും. തൊപ്പി പറഞ്ഞതുകൊണ്ട് 10 വോട്ട് കൊടുക്കുക. എന്നിട്ട് വരുന്ന വിന്നറിൻ്റെ ക്വാളിറ്റി എന്താ? 0, ലിറ്ററലി 0 ക്വാളിറ്റി ഉള്ള വിന്നർ. ആർക്കാ നഷ്ടം? ഷോന് നഷ്ടം. നാട്ടുകാർക്ക് പിന്നെ പൊട്ടനെ ജയിപ്പിച്ചു എന്നുള്ള പേര് വോട്ട് കൊടുത്തവർക്ക് നാട്ടുകാർ തലയിൽ തൂണിട്ട് നടക്കേണ്ട അവസ്ഥ. അപ്പോൾ ഈ പണി കാണിക്കരുത്. അറ്റ്ലീസ്റ്റ് ഒരു കാര്യം ചെയ്യുമ്പോൾ തൊപ്പി മനസ്സിലാക്കേണ്ടത് ക്രെഡിബിലിറ്റി സ്വന്തം എന്തെന്നുള്ളത് സ്വയം തിരിച്ചറിഞ്ഞിട്ട് ഒരു കാര്യത്തേക്ക് ഇറങ്ങി തിരിക്കുക. അഖിലും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അഖിലൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഹിയർസേ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം അതിൽ പ്രൂഫ് വെച്ചിട്ട് പറയാൻ വേണ്ടി ശ്രമിക്കുക. ഇല്ലെങ്കിൽ എന്താണോ അഖിൽ വേറൊരാൾക്കെതിരെ ആരോപിക്കുന്നത് അത് തിരിച്ച് അഖിലിൻ്റെ തലേക്ക് തന്നെ വേറൊരാൾക്ക് വെച്ച് തരാൻ പറ്റും. ചോദ്യങ്ങൾ ആർക്ക് വേണം ആരോടും ചോദിക്കാമല്ലോ, ചോദ്യങ്ങളല്ലേ. ആരോപണോ ആർക്കെതിരെ ആരോപിക്കാം. പ്രൂഫ് ചോദിച്ചാൽ കൈമലർത്തി ഇരുന്നാൽ മതി. മനസ്സിലായില്ലേ? ഇതിപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇതിൽ 2 വ്യത്യാസങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, ജിൻഡോൻ്റെ സമയത്ത് തൊപ്പി അയച്ചു കൊടുത്ത വീഡിയോ അവിടെ ജിൻഡോയിൽ റീലിട്ട് പിന്നെ വിന്നറായിട്ട് വരികയാണ്. ഇതിനകത്ത് കുറച്ചുകൂടി കൺവേർഷൻ കൂടുതൽ നടന്നിട്ടുണ്ടാവും അനീഷിൻ്റെ കേസിൽ. മനസ്സിലായില്ലേ? അനീഷിൻ്റെ പ്രോപ്പറായിട്ട് സ്ട്രീമിനകത്ത് എങ്ങനെ വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് ചെയ്തതാണ്. അയാൾ വിന്നറാവാതിരിക്കുകയോ അതൊന്നും ഇതിലെ മാറ്റർ അല്ല ഞാൻ പറയുന്നത്. ബട്ട് സ്റ്റിൽ കോൺട്രിബ്യൂഷൻ വളരെ കൂടുതലാണ് ഇതിനകത്ത്. അങ്ങനെ ചെയ്യുമ്പോൾ തൊപ്പി എന്ത് ചെയ്യണമെന്നറിയോ? സ്വന്തം, ഇപ്പം ഞാൻ പറയാം, തൊപ്പീനെ മാത്രം വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട്, കുട്ടികളും വലിയവരും അടക്കമുള്ളവർ, അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നവരുണ്ട്. അവർ മുന്നിക്ക് ബ്ലണ്ടായിട്ട് ഇട്ട് കൊടുക്കരുത് ഒരു സാധനം. മനസ്സിലായില്ല? അത് തൊപ്പി എപ്പോഴും കീപ്പ് ചെയ്യേണ്ട ഒരു സാധനമാണ്. അത് തൊപ്പി കീപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പല സാധനത്തിനും പോയി ചാടും. ഓക്കെ, അതേപോലെ തന്നെ അത് പറയുമ്പോൾ ഇതിൽ അഖിൽ മാരാർ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഞാൻ നേരത്തെ ഈ വീഡിയോ തുടങ്ങിയപ്പോൾ പറഞ്ഞൊരു കാര്യം, ഒരു 8 ലക്ഷത്തിൻ്റെ കണക്ക്. മനസ്സിലായ? 8 ലക്ഷത്തിൻ്റെ കണക്ക് എന്ന് പറയുമ്പോൾ തൊപ്പി പറയുന്നുണ്ട് അത് തൊപ്പിയുടെ കമ്പനിയാണ് വരുന്ന ഗസ്റ്റിന് ഡീൽ ചെയ്യുന്നത്. ചിലപ്പോൾ 8 ആവാം, അല്ലെങ്കിൽ അതിൽ കുറവായിരിക്കാം. പക്ഷേ പറയുമ്പോൾ 8 പറയും. അതും സീനാണ്. അത് വിഷയമുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഓക്കെ, അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് വേറെ വിഷയങ്ങളിലേക്ക് അത് പോവും. അത് എന്താ പറയുക, തമാശ പറഞ്ഞു അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എന്ന് പറഞ്ഞു അങ്ങനെ തട്ടിക്കളയേണ്ട ഒരു സംഗതിയേ അല്ല അത്. അങ്ങനെ ഒരു കാര്യമുണ്ട് അതിനകത്ത് കിടക്കുന്നുണ്ട്. അപ്പം അങ്ങനത്തെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ആരെക്കൊണ്ടും പറ്റണം? ഈ പറഞ്ഞ തൊപ്പിയെ കൊണ്ടും പറ്റണം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ കറക്റ്റ് ഇപ്പോൾ എത്ര കിട്ടി ജിൻഡോയ്ക്ക് എന്നുള്ളത് ഇറലവൻ്റാണ്. ഇവിടെ എത്ര കിട്ടി എന്നുള്ളത്. ബട്ട് സ്റ്റിൽ ആ സമയത്ത് അത് ഭയങ്കര കുട്ടിഘോഷിച്ച സാധനമാണ്. അതിന് ഉത്തരം പറയേണ്ടത് ജിൻഡോ തന്നെയാണ് ഇനി. കാരണം വിനു ഇതിനൊരു ഉത്തരം ക്ലിയറായിട്ട് തന്നിട്ടില്ല. ബാർട്ടർ സിസ്റ്റമാണ് എന്നാണ് വിനു വീണ്ടും ആരോട് പറഞ്ഞിട്ടുള്ളത്? ഈ പറഞ്ഞ അഖിലിനോട് പറഞ്ഞിട്ടുള്ളത്. ആ ബാർട്ടർ സിസ്റ്റം, അതായത് ഇങ്ങനെ തൊപ്പി സപ്പോർട്ട് ചെയ്താൽ തൊപ്പിയുടെ ലൈവിൽ ജിൻഡോയെ കൊണ്ടുവരാം.
ബാർട്ടർ, അതിൽ പൈസ ഇല്ല, അങ്ങോട്ടൊന്ന് ഇങ്ങോട്ടൊന്ന്. അപ്പോൾ വീണ്ടും അഖിൽ എന്താ ചെയ്യുന്നത്? വിനുവിൻ്റെ വാക്കിൽ നേരെ ചെന്നിട്ട് അപ്പുറത്ത് ചെന്നിട്ട് 8 ലക്ഷത്തിന് ചോദ്യം ചെയ്യണം. മനസ്സിലായില്ലേ? ഞാൻ വീണ്ടും അഖിൽ മാരാരോട് പറയുന്നു, അഖിൽ മാരാർ എന്ന് പറഞ്ഞ വ്യക്തി, വിനു ആണത് പറയുന്നത്, വിനുവിൻ്റെ ഇന്ന് പ്രൂഫ് മേടിക്കുക. വിനു ആണല്ലോ ഈ സംഗതി ആദ്യം പറഞ്ഞപ്പോൾ. വിനു ആണ് ജിൻഡോൻ്റെ PR, വിനു ആണ് അനുമോളുടെ PR. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? വിനുവിനോട് ഈ 8 ലക്ഷത്തിൻ്റെ പ്രൂഫ് എന്ന് ചോദിച്ചു. കാരണം തൊപ്പി ഡിനൈ ചെയ്യുന്നുണ്ട്. തൊപ്പി പറയുന്നുണ്ട് 8 കൊടുത്തിട്ടില്ല, ബട്ട് കൊടുത്തിട്ടുണ്ട്, എന്തോ കമ്പനിയാണ് പേ ചെയ്തതെന്നാണ് തൊപ്പി പറയുന്നത്. അപ്പോൾ അത് വിനുവിനോട് ചോദിക്കുക അഖിൽ മാരാർ, എന്നിട്ട് പ്രൂഫ് വെച്ചിട്ട് അഖിൽ സംസാരിച്ചോ, നോ വറീസ്. അല്ലാതെ വെറുതെ പോയിട്ട് തന്തയ്ക്ക് വിളിച്ചിട്ടോ ചീത്ത പറഞ്ഞിട്ടോ ദാറ്റ്സ് നോട്ട് ദ വേ. അങ്ങനെയല്ല അഖിൽ മാരാരെ ഞാൻ പേഴ്സണലി കണ്ടിട്ടുള്ളത്, അല്ലെങ്കിൽ കേരളത്തിലെ മലയാളികൾ കണ്ടിട്ടുള്ളത്. ഓക്കെ, രണ്ടുപേർക്കും അവരുടേതായിട്ടുള്ള ക്രെഡിബിലിറ്റി ഉണ്ട്. ആർക്ക്? തൊപ്പിക്കും ഉണ്ട്, ഈ പറഞ്ഞ അഖിൽ മാരാർക്കും ഉണ്ട്. ഡൗൺ സൈഡ്സും രണ്ടുപേർക്കും ഉണ്ട്. നമുക്കൊക്കെ ഉള്ള പോലെ ഹൈയും ഉണ്ട് ഡൗണും ഉണ്ട്. പക്ഷേ ഒരു കാര്യത്തേക്ക് ഇറങ്ങുമ്പോൾ കുറച്ചും കൂടി ക്ലാരിറ്റി വെച്ച് ഇറങ്ങുക എന്നുള്ളത് രണ്ടുപേരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അല്ലാതെ നാട്ടുകാരുടെ മുന്നിൽ ഇത് ഇനി നാട്ടുകാരെല്ലാവരും കൂടി കളിയാക്കുന്ന രീതിയിൽ ഒരു ഐറ്റം ആക്കി നിങ്ങൾ മാറ്റാതിരിക്കുക എന്നേ പറയാനുള്ളൂ. സീസൺ അവിടെ കഴിഞ്ഞിട്ടുണ്ട്. പുതിയൊരു ബിഗ് ബോസ് നിങ്ങൾ പുറത്ത് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തുടങ്ങിക്കോ. ഞാൻ വേണമെങ്കിൽ വൈൽഡ് കാർഡ് ആവാം. ഓക്കെ, പെട്ടിയെടുത്ത് വേണമെങ്കിൽ ഓടും ചെയ്യാം. എന്താണെങ്കിലും കൊള്ളടേ. ഇനി വിന്നറുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ തുറന്നു പറയുകയാണ്, അനുമോൾ വിന്നറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി അയ്യേന്നേ തോന്നും. മനസ്സിലായി? അയ്യേന്നേ തോന്നും. കാരണം അതിലേക്കാ ക്വാളിറ്റി ഉള്ളവർ അവിടെ നിൽക്കുമ്പോൾ ഇത്രയും ക്വാളിറ്റി കണ്ടൻറ്റ് വൈസ്, ഞാൻ ആ പേഴ്സണൽ സാധനമല്ല കേട്ടോ പറയുന്നത്, ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ക്വാളിറ്റി അല്ല പറയുന്നത്. അവർ ഡെലിവർ ചെയ്ത കണ്ടൻറ്റിൻ്റെ ക്വാളിറ്റി ഭയങ്കര ബാഡാണ്. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും ഞാൻ ഇനി ബാക്കി വിന്നറൊക്കെ അനൗൺസ് ചെയ്ത് കഴിഞ്ഞിട്ട് വീഡിയോ ഇട്ട് വരാം.